കൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ മകര കൂറുകാർക്കുള്ള ഫലമാണ്. അതായത് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം കൂടി ചേരുന്ന മകര കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മകര കൂറുകാർക്ക് ആ മകരരാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും ബുധനും 2-ൽ ശനി, 3-ൽ രാഹു, ശുക്രൻ, അതേ ടൈമിൽ 5-ാം ഭാവത്തിൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ കേതു. 7-ര ശനി നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ശുക്രൻ, രാഹു, അതുപോലെ വ്യാഴം, ചൊവ്വ ഒക്കെ എല്ലാം അനുകൂലപരമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയുടെ പോണ പോക്കാണ്. അത് കാരണം വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നു പറയാം. അത് കാരണം കൊണ്ട് ലഗ്നത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനായ കാരണം കുറേ ഉഷ്ണസംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും സ്കിന്ന് സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ശരീരത്തിന് ബാധിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റുള്ള കാര്യങ്ങളും വരാനുള്ള സാധ്യത കുറവാണ്. തൊഴിൽ പുരോഗതി നല്ലപോലെ തന്നെ ഉണ്ടാവും. അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ കുട്ടികൾക്കെല്ലാം നല്ല ഉന്മേഷവും തൻ്റെ ഇടവും അതുപോലെ തന്നെ കായിക അഭ്യാസങ്ങൾ ചെയ്യുന്നവർക്കും വളരെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളും എല്ലാം ഉണ്ടാവും. ആരോഗ്യ പുഷ്ടി നന്നായിട്ടുണ്ടാവും. ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും. ധൈര്യം വീണ്ടെടുക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സഹായഹസ്തങ്ങൾ തെളിഞ്ഞു കാണുവാനുള്ള സാഹചര്യമുണ്ട്. സഹോദര ബന്ധങ്ങൾ കുറച്ചുകൂടി ദൃഢപ്പെടുത്തുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നത് മൂലം പുതിയ കാര്യങ്ങൾക്കൊരു തീരുമാനമാകും. അല്ലെങ്കിൽ പുതിയ തൊഴിൽ അവസരങ്ങൾക്കുള്ള നേതൃത്വം വഹിക്കാനുള്ള ഒരു കരവിരുത് ഉണ്ടാവും എന്നാണ് പറയാം. അതുകൂടാതെ തന്നെ പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുവാനുള്ള സമയം ആയി എന്ന് തന്നെ പറയാം. കാരണം വരാൻ പോകുന്ന സമയം അനുകൂലപരമായിട്ടുള്ളൊരു സമയമായ കാരണം കൊണ്ട് പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുവാനുള്ള അവസരമാണ് എന്നുള്ളത് തന്നെ പറയുന്നത്. അതുപോലെ തന്നെ കൂട്ടുകെട്ട് സംബന്ധമായിട്ടുള്ള ബിസിനസ് തുടങ്ങുന്നതിലും യാതൊരു കുഴപ്പവും കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഷെയർ മാർക്കറ്റ്, അതുപോലെ തന്നെ പൂക്കച്ചവടം, ലോട്ടറി സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് വരുന്നവർക്ക് ധനലാഭവും ധനപുഷ്ടിയും വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. 2-ാം ഭാവത്തിൽ ശനിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഴരശനിയുടെ അവസാന കാലഘട്ടമാണ് എന്നുള്ളതും കൂടി ചിന്തിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അത്ര അധികം ദോഷം ഏഴരശനി പോണ പോക്കിൽ അധികം കാണുന്നില്ല എന്നാണ് പറയാം. അതുപോലെ തന്നെ സഹായസ്ഥാനത്ത് രാഹുവും ശുക്രനുമാണ് നിൽക്കുന്നത്. അതും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. 5-ാം ഭാവത്തിൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്നത് ബുദ്ധി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും സന്താനങ്ങൾക്കുള്ള ഐശ്വര്യ അഭിവൃദ്ധിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനസംബന്ധമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അക്കൗണ്ട് സെക്ഷനായിട്ടുള്ള പെരുമാറ്റങ്ങളും, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങളും, സ്വർണ്ണ സംബന്ധമായിട്ടുള്ള ആഭരണ സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. പുനർവിദ്യാഭ്യാസത്തിന് പറ്റിയൊരു സമയമാണ്. അതായത് പഠിപ്പെല്ലാം നിർത്തി വീണ്ടും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുനർവിദ്യാഭ്യാസത്തിനുള്ള ഒരു സമയം കൂടിയാണ് എന്നുള്ളത് കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ വർക്കുകൾ ചെയ്യുന്നവർക്ക്, ഭൂമി സംബന്ധം പറഞ്ഞാൽ ഭൂമി, മണ്ണ് എന്തായിക്കോട്ടെ അത് സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അനുകൂല ഭാവത്തിൽ വളരെ ഗുണകരമായി നിൽക്കുന്ന കാരണം കൊണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ ഏർപ്പെട്ടിരിക്കുന്ന റിലേഷൻ സംബന്ധമായിട്ടാണ് ശരി, ഭൂമി കച്ചവടം ശരി, ഭൂമി സംബന്ധമായിട്ടുള്ള ഏർപ്പെടുന്ന എല്ലാവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും, ഭൂമി സംബന്ധമായിട്ടുള്ള തൊഴിൽ പറഞ്ഞ മിക്ക 50% മേലെ ആളുകളും 50% മേലുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള തൊഴിലാണ് എടുക്കുന്നത് എന്നുള്ളത് അറിയാം. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും, കോൺട്രാക്ട് വർക്കുകൾക്കും, അപ്പാർട്ട്മെൻറ്റ് അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നവർക്കും, റോഡ് ഗതാഗത സംബന്ധമായിട്ടുള്ള വർക്കുകളും അത് മണ്ണ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പുതിയ ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം സബലീകരിക്കുവാനുള്ള സാധ്യതയുണ്ട്. പഴയ ഭൂമി വിൽക്കുവാൻ ആലോചിക്കുകയാണെങ്കിൽ അതും നടക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യകടാക്ഷത്തിൽ ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്ന കാരണം കേതുവിന് അതായത് ഗണപതിക്ക് ഒരു കറുകമാല അല്ലെങ്കിൽ നാളികേരം പോയി നടക്കുന്നുണ്ട്. ഭാഗ്യം തെളിഞ്ഞു വരുവാനുള്ള സാധ്യത. അതോടൊപ്പം തന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൊണ്ട് കാഴ്ചകൊണ്ട് ഭാഗ്യം തെളിഞ്ഞു വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ആ ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി 9-ാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി ഉണ്ട്. അത് കാരണം വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ഇപ്പോൾ ഭാഗ്യപുഷ്ടി ഉണ്ടാവും. ഭാഗ്യവശത്താൽ പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതയുണ്ട്. റിയലൈസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വക്കീലന്മാർക്കുള്ള സംബന്ധമായിട്ടുള്ള വാക്ക് സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾ കൊണ്ട് ജീവിക്കുന്നവർക്കും, അതുപോലെ തന്നെ വ്യവസായ സംബന്ധമായിട്ടുള്ള ധാന്യ സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ജ്വല്ലറി വർക്ക് ചെയ്യുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. സയൻസ് സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ചെയ്യുന്നവർക്കും
ആ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സയൻസ് സംബന്ധമായിട്ട് പറഞ്ഞാൽ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ഇതും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ളതും ഗവേഷണ സംബന്ധമായിട്ടുള്ളതും സയൻസിഫികമായിട്ടുള്ളതും അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിലെല്ലാം സയൻസിൽ പെട്ടത് കാരണം കൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ആ മധ്യഭാഗം ഫെബ്രുവരിയുടെ ഒരു 15 ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത. അതേസമയം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. വരാൻ പോകുന്ന കാഴ്ചപ്പാട് മുൻകൂട്ടി കാണുവാനുള്ള ഒരു ശക്തി കൂടി ഇവർക്ക് കാണുന്നുണ്ട് എന്നുള്ളത് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഗുണമേന്മ കൂടുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും ഹൈടെക് സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ നേതൃത്വം വഹിക്കാനുള്ള കഴിവ് അതുകൊണ്ടാവും. നേതൃത്വം വഹിക്കുക, അതായത് കുറേയേറെ ആളുകളെ പണിയെടുപ്പിക്കുന്ന ഇത്, അതായത് ബിസിനസ് ആവാം, തൊഴിൽ സംബന്ധമാവാം, അങ്ങനെയുള്ള ആളുകൾക്ക് പരിശോധന, അത് കുറച്ചുകൂടി ആളുകളെ കൂട്ടി കുറച്ചുകൂടി വിപുലമായി പണിയെടുപ്പിക്കാനുള്ളതും അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിവിധമായിട്ടുള്ളതും പുതിയ ബ്രാഞ്ചുകൾ, അതായത് സ്വന്തം ബിസിനസ്സിൽ നടത്തുന്ന പുതിയ ബ്രാഞ്ചുകളെല്ലാം ഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുന്നൊരു സമയം. അതായത് അതിനെല്ലാം മുൻകൂട്ടി കരുതലെടുക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ മാസം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കാനുള്ള ചങ്കൂറ്റം എന്നൊരു സാധനം, അതായത് മനസ്സിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്ന തൊഴിലാളികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ എല്ലാ നാവികസേന കരസേന അങ്ങനെ എല്ലാവിധ സേനാധിപത്യം അങ്ങനെ വഹിക്കുന്ന തൊഴിലാളികൾക്ക് അതായത് ഗുണമേന്മയ്ക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഗുണമേന്മ. അതുപോലെ തന്നെ ആ വർക്കിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവർക്കാണെങ്കിൽ അതിൽ ജോലി കിട്ടുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണമേന്മയുള്ള ഒരു സമയമാണ്. ഫെബ്രുവരി പകുതിക്ക് ശേഷമാണ് വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഫെബ്രുവരി 10 മേലെ വരുന്നത്. ഈ ഫെബ്രുവരി മാസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് പറഞ്ഞാൽ ഈ വർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ ശനിയാഴ്ചയാണ് 1-ാം തീയതി വരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും 4 ദിവസം വീതം കിട്ടുന്നുണ്ട്. അതായത് ശനി തൊട്ടിട്ട് ഞായർ വരയ്ക്കും എല്ലാത്തിലും 4 ഡേറ്റുകൾ വന്ന് സംബന്ധിക്കുന്നു. അപ്പോൾ 7, 4, 28 ദിവസം കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഒരു ദിവസം 5 ദിവസമോ ഒരു ദിവസം 3 ദിവസമായിട്ട് വരുന്നില്ല എന്നുള്ള പറയുന്നത്. അത് കാരണം കൊണ്ട് കറക്റ്റ് 4 ദിവസം വന്നിട്ട് 7, 4, 28 പൂർത്തിയാവുന്നുണ്ട്. അത് കാരണം 4, 13, 22 എന്ന് തീയതിയിൽ ജനിക്കുന്നവർക്ക് കുറച്ചുകൂടി ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. നക്ഷത്രവശാൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം എന്ന് പറയുകയാണെങ്കിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് ശിവനെങ്കിൽ ധാരാവിളക്ക് മാല എപ്പോഴും പറയുന്ന പോലെ തന്നെ, അതുപോലെ തന്നെ തിരുവോണ നക്ഷത്രക്കാർക്ക് ചന്ദ്രദേശി ജനിക്കുന്ന കാരണം കൊണ്ട് ഭഗവതി ക്ഷേത്രത്തിൽ വൈകുന്നേരത്തിലെ കാലത്ത് സഹസ്രനാമാർച്ചന നടത്തുന്നതും ഭാഗ്യസുക്തം നടത്തുന്നതും ഗുണകരമായിട്ടുള്ള ഒരിതാണ് കാണുന്നത്. അതുപോലെ തന്നെ അവിട്ട നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരത്ത് ഭഗവത് സേവ അല്ലെങ്കിൽ കടുമതര പായസം, രക്തപുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നത് ഗുണകരമായിട്ടുള്ള സമയം കൂടിയാണ്. കുറച്ചുകൂടി അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമസ്കാരം.